സോണി, സോണി, സോണി. സോണി, സോണി, സോണി. നശിച്ച കാറ്റ്. ഹലോ, ആരാ? ഞാൻ ജാഫർ, കൊണ്ടോട്ടി ജാഫർ. ജാഫർ, 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 ജാഫർ. പ്രോസിക്യൂട്ടർ സാറേ, ഞാനിവിടെ ഉണ്ട്. ഇങ്ങനൊരു കൂടിക്കാഴ്ച ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്താ നിന്റെ ഉദ്ദേശം? ഹൗ മച്ച് യു വാണ്ട്? ഒരു ജീവപര്യന്തം. എനിക്കല്ല, നിനക്ക്. 40 വർഷത്തെ കഠിന തടവ് വളരെ ബുദ്ധിമുട്ടിയല്ലേ നീ എനിക്ക് വാങ്ങിത്തന്നത്? അപ്പൊ കുറഞ്ഞതൊരു ജീവപര്യന്തെങ്കിലും നിനക്ക് ഞാൻ വാങ്ങി തന്നില്ലെങ്കിൽ? പ്രഗത്ഭനായ പബ്ലിക് പ്രോസിക്യൂട്ടർ സണ്ണി കുരുവിള അകത്ത് കിടന്ന് അഴിയണമെന്ന് എനിക്കൊന്ന് കാണണം. പറ്റുമെങ്കിൽ നമുക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് തന്നെ കിടക്കാം. കൊള്ളാം, നല്ല ഐഡിയ. പക്ഷേ നീ ഇതെങ്ങനെ കോടതിയിൽ തെളിയിക്കും? അതിനതുവരെ നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? നിന്നെ കൊന്നാൽ ഒരു പട്ടിയും ചോദിക്കാനില്ല. ബിക്കോസ് യു ആർ എ വാണ്ടഡ് നൊട്ടോറിയസ് ക്രിമിനൽ. അന്ന് നിന്റെ നോവൽ വായിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ല ക്രിമിനൽ ലോയർക്ക് ഇത്രയ്ക്ക് മനോഹരമായ ഒരു മർഡർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇപ്പൊ ഞാൻ പറയുന്നു, ഒരു ക്രിമിനൽ ലോയറിനല്ല, നല്ലൊരു ക്രിമിനലിനെ ഇത്തരം സിറ്റുവേഷൻ കൺസീവ് ചെയ്യാൻ പറ്റും. ആൻഡ് നൗ യു ഹാവ് പ്രൂവ്ഡ് ദാറ്റ് യു ആർ എ നാച്ചുറൽ ബോൺ ക്രിമിനൽ. ഒരു ക്രൈം നോവലിൽ എന്ന പോലെ എത്ര മനോഹരമായിട്ടാണ് നീ നിന്റെ ഭാര്യയുടെ മരണം പ്ലാൻ ചെയ്തത്. താങ്ക് യു. വൈകിയാണെങ്കിലും നിനക്കെന്നെ മനസ്സിലായല്ലോ. നോ, വൈകിട്ടൊന്നുമില്ല. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. നിന്റെ ഭാര്യ മരിച്ച അന്ന് മുതൽ, വെടികൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ആൻസി സ്ലീപ്പിംഗ് പിൽസ് ഓവർഡോസ് കഴിച്ചിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയ ആ നിമിഷം മുതൽ ഐ വാസ് ആഫ്റ്റർ യു. ആൻസി മരണപ്പെട്ട അന്ന് രാത്രി വീട്ടിലും പിന്നെ സിറ്റി ക്ലബിലെ ബാറിലും, എന്തിന് മറ്റ് പല അവസരങ്ങളിലും ഞാൻ നിന്നെ കണ്ടപ്പോഴൊക്കെ തന്നെ എത്ര ഭംഗിയായിട്ടാണ് ഭാര്യയുടെ മരണത്തിലുള്ള ദുഃഖം നീ അഭിനയിച്ചത്. അന്നേ എനിക്ക് സംശയമുണ്ടായിരുന്നു കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന്. ആഹാ, വെരി ഗുഡ്. എന്നിട്ട് പ്രൊസീഡ്, 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 പ്രൊസീഡ്. ഏതൊരു പുരുഷനും ഏതൊരു പെണ്ണിനോട് താല്പര്യം തോന്നാം. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അത് സ്വന്തം ഭാര്യയുടെ അനിയത്തിയായപ്പോൾ. പക്ഷേ അതിനുവേണ്ടി ഒരു കൊലപാതകം ചെയ്യുക, ദാറ്റ്സ് വെരി ക്രൂവൽ. നീ അതാണ് ചെയ്തത്. സോണിയോടുള്ള താല്പര്യം ഒന്നിന്റെ പേരിൽ മാത്രം നീ നിന്റെ ഭാര്യയെ കൊന്നു. എന്നിട്ട് വളരെ വിദഗ്ധമായ രീതിയിൽ അതൊരു ആത്മഹത്യയാക്കി മാറ്റുകയും ചെയ്തു. നിന്റെ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ഈ ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കത്ത് നിന്റെ നോവലിൽ തന്നെ നീ കണ്ടെടുത്തു. അതും ആൻസിയുടെ കൈയക്ഷരത്തിൽ. അത് ആൻസി സോണിക്ക് എഴുതിയ കത്താണെന്ന് കൂടി വരുത്തി തീർത്തപ്പോൾ യു സക്സീഡഡ് ഇൻ യുവർ ഫസ്റ്റ് ടൈം. അവിടെ നിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു, സോണി. യെസ്, എനിക്ക് അവളെ വേണമായിരുന്നു.
I like her. I want her. I need her. I need her. I need her. I need her. അതെ, ആൻസിയുടെ സാന്നിധ്യം ഇനി എന്റെ ജീവിതത്തിൽ വെറും ഒരു കരിനിഴൽ മാത്രം. ആൻസി സോണിയോട് ഇതിനെപ്പറ്റി എന്തെങ്കിലും സൂചിപ്പിക്കുന്നതിന് മുമ്പ് അവളെ ഒഴിവാക്കണം. എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ആ ഇത്തിൽക്കണ്ണിയെ പറിച്ചു മാറ്റണം എങ്ങനെയെങ്കിലും. യെസ്, ഐ ഡിസൈഡ്. സോറി ആൻസി, മാപ്പ് പറയാൻ പോലും എനിക്ക് അർഹതയില്ല. എങ്കിലും എനിക്കെന്തോ അപ്പോ എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്നെ മറന്നു, നിന്നെ മറന്നു, എന്തിന് നമ്മുടെ മോളെ പോലും മറന്നു. നീ കഴിഞ്ഞതെല്ലാം മറക്കണം, പൊറുക്കണം. ആൻസി, ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം. ഇല്ല സണ്ണി, സണ്ണി എന്നോട് മാപ്പ് പറയരുത്. എനിക്കത് സഹിക്കില്ല. എന്റെ കർത്താവേ, എന്റെ സണ്ണി എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. എനിക്കത് മാത്രം മതി. ആൻസിയുടെ മുഖത്ത് നോക്കി, ആ കണ്ണുകളിലേക്ക് നോക്കി. നോ, ഐ കനോട്ട്. ഇനി ഈ ജന്മം എനിക്ക് ആൻസിക്ക് നൽകാൻ കഴിയുന്നത് വേദന അറിയാത്ത ഒരു മരണം. അതൊരു സുഖകരമായ നിദ്രയുടെ പര്യവസാനമായിരിക്കട്ടെ. എന്താ സണ്ണി? നീ കണ്ടുപിടിച്ച പെണ്ണിന്റെ ഒരു കാര്യം യാതൊരു ശ്രദ്ധയില്ല. ഇത് കണ്ടില്ലേ, പാലിന്റെ അകത്ത് അപ്പടി ഉറുമ്പുകളാ. ഉറുമ്പിനെ കഴിച്ച കണ്ണിന് കാഴ്ചയോടുന്നല്ലേ പഴമക്കാര് പറയുന്നേ. പാല് കുടിക്കുക, ഞാൻ ഡ്രസ് ചെയ്ത് വരാം. ഇന്ന് പാർട്ടിക്ക് പോണോ നിർബന്ധാണോ? എന്താ? എനിക്കെന്തോ മനസ്സിലെ ആകെ ഒരു പേടി പോലെ. അതൊക്കെ നിന്റെ തോന്നലുകളാ. ഞാൻ പെട്ടെന്ന് ഇങ്ങ് വരില്ലേ? ഇതാ കുടിക്കും. ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കണ്ട, ഉറങ്ങിക്കോളൂ. സ്വീറ്റ് ഡ്രീംസ്.
സോറി ആൻസി. ഗുഡ് ബൈ. ആരും ഒരിക്കലും എന്നെ സംശയിക്കുന്നത് എനിക്ക് നിർബന്ധമായി. അതുകൊണ്ട് തന്നെ നേരത്തെ വെടിവെച്ച് റെക്കോർഡ് ചെയ്ത കാസറ്റ് കൃത്യം 20 മിനിറ്റുകൾക്ക് ശേഷം വെടിവെച്ച് കേൾക്കത്തക്ക രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തു. ആൻസി വാതിലകത്തുനിന്നും സ്വയം അടച്ച രീതിയിൽ ഡോർ ലോക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സേഫായി. യെസ്, ഐ ആം ടോട്ടലി സേഫ്. ആൻസി, ഞാൻ പോയിട്ട് വരാം. നീ എഴുന്നേക്കൊന്നും വേണ്ട, കിടന്നോളൂ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരില്ലേ? ബൈ. അതെ, ഞാൻ കണ്ടു. ഞാൻ മാത്രം. മിസ്റ്റർ ഇൻസ്പെക്ടർ, ഇവനെ പോലൊരു നൊട്ടോറിയസ് ക്രിമിനലിന് മൊഴി വെച്ചിട്ടാണോ നിങ്ങൾ എന്നെ കോടതിയിൽ ഫ്രെയിം ചെയ്യാൻ പോകുന്നത്? ഇവൻ പറയുന്നത് എന്തിന് നിങ്ങൾ പറയുന്നത് പോലും കോടതി വിശ്വസിക്കില്ല. ബട്ട് ഞാൻ പറയുന്നത്, യെസ്, ഞാൻ പറയുന്നത് കോടതി വിശ്വസിക്കും. ബിക്കോസ് ഐ ആം എ റെപ്യൂട്ടഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നല്ല, സാക്ഷാൽ സുപ്രീം കോടതി ജസ്റ്റിസ് തെറ്റ് ചെയ്താലും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഇവിടെ നിയമമുണ്ട്. ഞാൻ തെളിയിക്കും. I will prove before the court that you are the accused with strong and concrete evidence. ഇപ്പൊ എവിടെ പോയി നിന്റെ കോൺക്രീറ്റ് എവിഡൻസ്? ചത്തു? അല്ല, ഞാൻ കൊന്നു. അല്ലല്ല, ഞാനല്ല, നീ കൊന്നു. ഇവരെ പിടിക്കാനുള്ള ഓപ്പറേഷനിൽ നിന്റെ ഈ സർവീസ് റിവോൾവർ കൊണ്ട് നീ അവനെ കൊന്നു. എനിക്കിത് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. യെസ്, ഐ ക്യാൻ പ്രൂവ് ബിഫോർ ദി കോർട്ട്. ഇനി നീ ജാഫറും നീയുമായിട്ടുള്ള ആക്ഷനിടയിൽ ജാഫറിന്റെ വെടിയേറ്റ് നീയും മരിച്ചു. നാളത്തെ പത്രങ്ങളിൽ വെണ്ടയ്ക്ക ഹെഡ്ലൈൻ: കൃത്യനിർവഹണത്തിനിടയിൽ സർവീസ് റിവോൾവർ കൊണ്ട് CI വേണുഗോപാൽ കൊല്ലപ്പെട്ടു. കറുത്ത കൊടി, കറുത്ത ബാഡ്ജ് ധരിച്ച സീനിയർ ഓഫീസേഴ്സ് ദേശീയ പതാക പുതപ്പിച്ച് സംസ്ഥാന ബഹുമതികളോടെ നിന്റെ ശവസംസ്കാരം. പിന്നെ മിനിമം 2 ലക്ഷം രൂപയെങ്കിലും നിന്റെ കുടുംബത്തിന് കോമ്പൻസേഷൻ. ആർ യു ഹാപ്പി? പറയണോ? യെസ്, ഐ ആം ഹാപ്പി. ബട്ട് സണ്ണി, ഇതെല്ലാം കൂടെ ചെയ്തു കൂട്ടിയിട്ട് നീ എന്ത് നേടും? എന്റെ സോണിയെ, എന്റെ സോണിയെ. നോ മിസ്റ്റർ സണ്ണി കുരുവിള, നോ. നിനക്കൊരിക്കലും ഇനി അവളെ സ്വന്തമാക്കാൻ പറ്റില്ല. ബിക്കോസ് ഷീ നോസ് എവരിത്തിങ് അബൌട്ട് യു.
Sorry, Inspector. I am very sorry. സോണി എവിടെ? സോണി എവിടെ? എനിക്ക് അവളെ ഒന്ന് കാണും. അവൾ ഇവിടെ ഇല്ല. ഇല്ല, അവൾ ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് അവളെ കണ്ടേ തീരൂ. സോണി, ആ ദ്രോഹി, നീ എന്റെ അഞ്ചു കൂടെ തന്നു. ഇനി സോണി കൂടെ കാണോ? എവിടെ സോണി? എനിക്ക് അവളെ കാണില്ല. നീ ഇനി സോണിയെ കാണില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവളെ കാണാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് അവളെ കണ്ടേ തീരൂ. I want her. I need her. I need her. Sorry. 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 Oh, sorry. 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 എന്റെ അടുത്തേക്ക് വരരുത്. Sorry. ഇല്ല, ഇല്ല, ഞാൻ വിടില്ല. എനിക്ക് നിന്റെ വേണം. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. ആരും വരാത്തോടത്തേക്ക് പോവാം. എല്ലാം നിനക്ക് വേണ്ടി, നിന്നെ കിട്ടാൻ വേണ്ടി, നിന്നെ എനിക്ക് കിട്ടാൻ വേണ്ടി. സോറി. സോറി. After carefully considering and examining all the evidences and the arguments put forward by the prosecution as well as the defense,
this court has come to the conclusion that the defense arguments do not provide enough grounds for acquittal. At the same time, this court also concludes that the prosecution has proved beyond reasonable doubt Daddy! Sunny Kuruvula Daddy! committed